രാവണനെ പറ്റി ഒരു പാട്ട് എഴുതിയിരിക്കുകയാണ് നമ്മുടെ വേടൻ. ഇതിനോടനുബന്ധിച്ചിട്ട് വീണ്ടും വെടിപെട്ടിരിക്കുകയാണ് നമ്മുടെ ജന്തുക്കളായ RSSകാർക്ക്. ഈ ബലാത്സംഗികൾക്ക് ഒരു രക്ഷയില്ല, അവരോടെ തകർക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ട് ഒരു ഫടിയെ കിട്ടിയിട്ടുണ്ട്. ആ ഫടിയുടെ രാധി ഇതും കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ കോപ്പ് കേട്ടാണല്ലോ ഈ ഭാരതം ഭരിച്ച ചക്രവർത്തിമാരുടെയൊക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത്. ജാതി ഒരു പോസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് കർമ്മ ന്യൂസ്. അവർ പറയുന്നത് കേട്ട് നമുക്ക് പോകാം, ചോദിച്ചു പോവാം, കേൾക്കാം. രാവണനെ അറിയും എന്ന് പറയുന്നവരോട് രാവണനെ അറിയും എന്ന് പറയുന്നവരോട് ഒരു ഹിന്ദു പ്രതികരിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഹിന്ദുക്കൾ ചൊല്ലുന്ന ശിവതാണ്ഡവ രാവണനെ അറിയില്ല, രാവണനെ അറിയുമെന്ന് പറയുന്നവരോട് പറയേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ വേടൻ ഹിന്ദു അല്ല? ഇതിനല്ലേ ഈ വേടൻ പറയുന്നത്? ഞങ്ങളെ ഹിന്ദുവായി അംഗീകരിക്കുന്നില്ല, പാണനല്ല, പറയനല്ല, പിള്ളയനല്ല, നീ തമ്പൂരാനുമല്ല, തമ്പൂരാനാണെങ്കിൽ എനിക്കൊരു മട്ടയുമല്ല. അത് ചുമ്മാ അല്ലല്ല ചെക്കൻ പറയണത്. ഇപ്പം മനസ്സിലായില്ലേ? ഈ ചെക്കൻ രാവണനെ ബേസ് ചെയ്തൊരു സോങ് എഴുതി എന്നുള്ള വെപ്രാളത്തിലാണ് ഈ വർത്തമാനം വന്നിട്ടുള്ളത്. പോട്ടെ, അടുത്ത്. രചിച്ച ബ്രാഹ്മണ പാരമ്പര്യമുള്ള രാവണനെ വെച്ച് എന്തിന് ബ്രാഹ്മണ പാരമ്പര്യം? രാവണനാ ആയിരിക്കും അല്ലേ? രാക്ഷസ രാജാവല്ലേ രാവണൻ? രാക്ഷസന് ബ്രാഹ്മണ പാരമ്പര്യമോ? ഹൗ കംസ്? ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഇതില്ലാത്തത് കൊണ്ട് ഞാൻ അതിനൊന്ന് പ്രത്യേകിച്ച് ഊന്നി പറയുന്നില്ല. രാവണൻ ബ്രാഹ്മണനാണോ ബ്രാഹ്മണക്കാത്തവനാണോ എന്നുള്ളത് നമ്മൾ നാളെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ശിവഭക്തന്മാരൊക്കെ തന്നെ കാട്ടാള സമുദായം എന്നാണ് പറയുക. അത് മറ്റൊരു സബ്ജക്റ്റാണ്, അതൊരു ലോങ് സബ്ജക്റ്റാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോരന്മാർ, പാണ്ഡ്യന്മാർ, അലച്ചാളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ, ഇങ്ങനെ കുറേ വഴക്കുകളുണ്ടല്ലോ. ആ വഴക്ക് കമലഹാസൻ്റെ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനെ പൂജിക്കുന്നവർ വേറൊരു സെക്ഷനാണ്, അവരെ പിന്നെ മറ്റേ ദൈവഗണത്തിൽപ്പെടുത്തൽ അസുരഗണമാണ്. മറ്റത് ദൈവഗണം, അതാരാണെന്ന് അറിയാം, മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് അവർ ദൈവഗണമാണ്. അത് വേറെ കൊക്കി, ഇത് വേറെ കൊക്ക്, ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് നടക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ശിവഭക്തർ ഇവരുമായിട്ട് ടാലി, അത് വലിയ സബ്ജക്റ്റാണ്, അതിലേക്കൊന്നും പോകണ്ട. പോട്ട്. ഇനിയിപ്പോൾ ബ്രാഹ്മണൻ തന്നെ പോട്ടെ, ബ്രാഹ്മണനില്ല അതൊരു കളിയില്ല, സംഘിക്കൊന്നും മനസ്സിലായില്ലേ, അത്ര തന്നെ. ഭിന്നിപ്പിക്കാൻ വന്ന തമിഴ് സുഡാപ്പി വേടൻ എന്ന അവതാരത്തിന് ഇതിലും നല്ലൊരു മറുപടി കൊടുക്കാനില്ല. തമിഴ് സുഡാപ്പി വേടനാ? സുഡാപ്പി വേടനാ? അപ്പൊ വേടന്റെ അച്ഛൻ സുഡാപ്പിയാണോ? സുഡാപ്പിയുടെ ഇപ്പോഴത്തെ പെണ്ണ് വേടൻ സുഡാപ്പി? അല്ലല്ലോ, അവരാരും സുഡാപ്പി അല്ലല്ലോ, പിന്നെ എങ്ങനെ സുഡാപ്പി എന്ന പേര് കിട്ടി? തമിഴൻ സുഡാപ്പി വേടൻ. തമിഴ്നാട്ടിലൊന്നും അമ്മ അച്ഛൻ പിലയൻ എന്നാണല്ലോ ഞാൻ അറിയാം. ആകെ മൊത്തത്തിൽ എവിടുന്ന് സുഡാപ്പി വന്നു? എന്തരം. ലക്ഷ്മികാനത്ത് എഴുതിയ ഒരു കുറിപ്പ് ഹിന്ദുവിനെ വേട്ടയാടാൻ കച്ചകെട്ടി ഇറങ്ങുന്ന ഓരോ വേടന്മാർക്കും കുറിക്കൊള്ളുന്ന മറുപടിയാണ്. കുറിപ്പ് വായിക്കാം. അപ്പൊ ആകെ മൊത്തത്തിൽ തീരുമാനമായി വേടൻ ഹിന്ദു അല്ലാന്ന്. എങ്ങനെയുണ്ട്? വേടൻ ഹിന്ദുവേ അല്ല, വേടൻ സുഡാപ്പിയാണ്. നിങ്ങൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ടത് വിശ്വസിപ്പിക്കും. പിന്നെ നിന്റെ കോപ്പ് കേട്ടാണല്ലോ ഈ ഭാരതം ഭരിച്ച ചക്രവർത്തിമാരുടെ ഒക്കെ തെറിയൊക്കെ വിളിക്കുന്നു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത്. മഹാഭാരതത്തിൽ പരാമർശിക്കുന്നത് അനുസരിച്ച് ഭരതന്റെ സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, നിന്റെ നാടായ ശ്രീലങ്ക എന്നീ. നിന്റെ നാടായ ശ്രീലങ്ക? അയാൾ ഇവിടുത്തെ നാഷണൽ ആണല്ലോ, ഇന്ത്യൻ നാഷണലായ ഒരു വ്യക്തിയെ നോക്കി നിന്റെ നാടായ ശ്രീലങ്കയെന്ന്. ചിലപ്പം ഈ പറഞ്ഞ ലക്ഷ്മികാന്ത്, പ്യാരേലാൽ, മധുരലാൽ നായർ കമ്മ്യൂണിറ്റിയുടെ ഓർമ്മയിൽ പറഞ്ഞ അവർ നായന്മാരല്ല, അവിടെ അമ്മയ്ക്കല്ല അച്ഛനൊക്കെയാണ്. അവർ അച്ഛന് പറഞ്ഞ ഹിരൺദാസ് എന്ന് പറയുന്ന വേടൻ അച്ഛന് പറഞ്ഞതാണ്, തന്തയ്ക്ക് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്തയുണ്ട്, മറ്റവർക്കൊന്നും തന്ത കാണത്തില്ല, സ്വാഭാവികം. 100 വർഷം മുമ്പുള്ള ചരിത്രങ്ങൾ അങ്ങനെ. മന്നത്ത് പത്മനാഭൻ പോലും സ്വന്തം തന്തയെന്ന് വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് 12-ാം വയസ്സിൽ അമ്മയെ കൊണ്ട് മറ്റൊരുത്തിനെ കെട്ടിച്ച് അവനെ തന്ത എന്ന് വിളിക്കുന്ന ഒരു ഗതികേടിലുണ്ടായിരുന്ന നായർ കമ്മ്യൂണിറ്റിയുടെ കാര്യമായിരിക്കും താത്തച്ചി പറയുന്നത്. അല്ലാതെ വേടനിക്ക് അപ്പനുണ്ട്. പെലയ സമുദായത്തിൽപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ തൃശ്ശൂർ സ്വദേശിയായ ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പൻ എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇന്ത്യൻ നാഷണലാണ്. ഇന്ത്യൻ നാഷണൽ എന്ന് മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കക്കാരിയാണെങ്കിൽ പോലും ജീവിച്ചത് മുഴുക്കെ ഇവിടെ 30 വർഷത്തോളമായി ഇന്ത്യയിൽ താമസിക്കുന്ന, ഇന്ത്യൻ പൗരത്വമുള്ള, ഇന്ത്യയിൽ വോട്ടവകാശമുള്ള ഒരു വ്യക്തിയാണ് വേടൻ. ശ്രീലങ്കനാ? അതെങ്ങനെ വരും? എങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി നമുക്ക് ഇറ്റലി കൊറോ എന്ന് വിളിച്ചാൽ പോരെ, പ്രിയങ്ക ഗാന്ധി നമുക്ക് ഇറ്റലി കരി എന്ന് വിളിച്ചാൽ പോരെ? അതെങ്ങനെ ശരിയാകും? അതൊക്കെയാണ്, ഇതൊക്കെയല്ലേ? അതെങ്ങനെ ശരിയാകും? എന്താണിടെ ഇതൊക്കെ? സത്യത്തിൽ രാജ്യസ്നേഹമുള്ള, അല്ലെങ്കിൽ രാജ്യത്തിനെ ചേർത്ത് പിടിക്കണമെന്നല്ല, ഒരു രാജ്യം വലുതാക്കാനായിട്ട് ശ്രമിക്കുന്ന നമ്മുടെ ചക്രവർത്തിമാരുടെ കാര്യം തന്നെ വെട്ടിപ്പിടിക്കലാണ്. നിങ്ങളിങ്ങനെ വെട്ടിപ്പിടിച്ച് ശ്രീലങ്കയും കൂടെ ഇന്ത്യൻ ആക്കിയിരുന്നെങ്കിൽ ഇന്ത്യ ശ്രീലങ്ക എന്ന് പറയാതെ ഇന്ത്യ എന്ന് പറയുന്നതിലാണ് സന്തോഷമുള്ളത്. അത് നല്ല ബോധവും ബുദ്ധിയുമുള്ള വ്യക്തിത്വമുള്ള ഒരാളായിരിക്കും അത് ചെയ്യുക. അല്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ, ഇത് കേൾക്കാം. പ്രദേശങ്ങളെയും ഉൾക്കൊണ്ടിരുന്നു. പിന്നെയാണ് നീ 10 തലയിൽ കൂടെ കഞ്ചാവ് വലിച്ചു കയറ്റി കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ വരുന്നത്. കഞ്ചാവ് 20 ഗ്രാം കഞ്ചാവ് വെച്ചതാ കുഴപ്പം. നോർത്ത് സൈഡിലോട്ടൊന്നും പോവണ്ട. അഗോരികളെന്നും പറഞ്ഞുകൊണ്ട് തുണിയില്ലാതെ കളിക്കുന്ന എല്ലാവന്മാരും പടു കഞ്ചാവാണ്, സിന്തറ്റിക് കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബാങ് എന്ന് പറയുന്നൊരു ഡ്രിങ്ക് തന്നെ ഉണ്ട്, ഫേമസ് ആണ്.
നോർത്ത് സൈഡിൽ. അത് മുഴുക്ക കഞ്ചാവേല അരച്ച് മോരിനകത്തിട്ട് കാച്ചി അങ്ങോട്ട് കൊടുക്കുന്നതാണ്. അതൊരു പ്രത്യേകതരം സംഗതി. കഞ്ചാവില്ലാതൊരു കാര്യം അങ്ങോട്ടില്ല. എന്തിന് ഈ 20 ഗ്രാം ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ സെഡേറ്റീവ് ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുമുണ്ട്. ഇപ്പം നമുക്ക് തീരെ വയ്യ, ഉറക്കുന്നില്ല, BP ഹൈ ആയി, അതിനകത്ത് 20 ഗ്രാം തീർച്ചയായിട്ടും കാണും. കാരണം സഡേഷൻ തരുന്നത്, സഡേഷനില്ലാത്ത ഡ്രഗ് ഉണ്ടാകും. ഇന്ന് നമ്മൾ കഴിക്കുന്ന നിത്യരോഗങ്ങളായിട്ടുള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതിനകത്തൊക്കെ തന്നെ ഗ്രാം അളവിൽ ഇത്ര ശതമാനം തീർച്ചയായിട്ടും ഡ്രഗ്സ് ഉണ്ടാകും. അത്രേ അവൻ കഴിച്ചിട്ടുള്ളൂ. അതൊരു ഭയങ്കര കഞ്ചാവിന്റെ കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട് അതിലേക്ക് വരാം. ഒരു വേദന എഴുതിയ രാമായണമാണ് അടക്കമുള്ള എല്ലാ ഹിന്ദുക്കളും പഠിക്കുന്നതും പൂജിക്കുന്നതും. ഒരു മുഖവസ്ത്രീയുടെ മകൻ എഴുതിയ മഹാഭാരതത്തിനുള്ളിലുള്ള ഭഗവത്ഗീതയാണ് ഹിന്ദുവിന്റെ ഏറ്റവും വലിയ ആത്മജ്ഞാന മാർഗം. ഒരു കുശവസ്ത്രീയായ, അതായത് മണ്ണുകൊണ്ടുള്ള ഉപകരണം ഉണ്ടാക്കുന്ന പണിക്കാർ ഈതര എന്ന സ്ത്രീയുടെ മകനായ ഐതരയനാണ് ഐതരയ ഉപനിഷത്തിന്റെ ഉപജ്ഞാതാവ്. അതായത് ബ്രാഹ്മണർ ഉപാസിക്കുന്ന വേദങ്ങളുടെ ഭാഗമായ വേദസംബന്ധിയായ വേദങ്ങൾക്ക് അനുബന്ധമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയും യജ്ഞങ്ങളെ, യാഗങ്ങളെ അഥവാ വൈദിക ഹോമങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നവയുമായ അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവയെ പൊതുവെ ബ്രാഹ്മണങ്ങൾ എന്നാണ് വിളിച്ചു വരുന്നത്. വിവിധ നാമധേയങ്ങളിൽ അറിയപ്പെടുന്ന ഓരോ ബ്രാഹ്മണവും ഓരോ വേദവുമായി ബന്ധപ്പെടുത്തിയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണമായി ഐതരയ ബ്രാഹ്മണം, സാഖ്യായന ബ്രാഹ്മണം തുടങ്ങിയവ ഋഗ്വേദീയവും, തൈത്രീയ ബ്രാഹ്മണം, ശതപഥ ബ്രാഹ്മണം മുതലായവ യജുർവേദീയവും, ജൈമിനീയ ബ്രാഹ്മണം, താണ്ഡ്യ മഹാബ്രാഹ്മണം മുതലായവ സാമവേദീയവും, ഗോപഥ ബ്രാഹ്മണം ആദ്യായവ അഥർവവേദീയവും ആകുന്നു. അനേകാർത്ഥവാചിയായ ബ്രഹ്മം എന്ന വാക്കിന്റെ ഒരർത്ഥം വേദം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണം എന്ന ശബ്ദത്തിന് വേദസംബന്ധിയായ ഗ്രന്ഥം എന്ന അർത്ഥം സിദ്ധിക്കുന്നു. ഇനി ജാബാല ഉപനിഷത്ത് അറിയാമോ? ആ ജാബാല സത്യകാമൻ ഉപനയനം നടത്താൻ ഒരു ബ്രഹ്മജ്ഞാനിയും പഠിച്ചിട്ടില്ല. സത്യകാമ ജാബാല ഭാരതർഷി പരമ്പരയിലെ നാസ്തികനായ ആചാര്യനായിരുന്നു. അദ്ദേഹം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഛാന്തോക്യോപനിഷത്ത് 4ാം അധ്യായത്തിലാണ്. ജാബാലയുടെ പുത്രനായ സത്യകാമൻ എന്ന ഒരുവൻ തന്റെ മാതാവായ ജാബാലയോട് യാത്ര പറഞ്ഞു. അല്ലയോ ഭവതി, ഞാൻ ബ്രഹ്മചര്യം ആചരിക്കുവാൻ പോകുന്നു. ഞാൻ ഏത് ഗോത്രക്കാരനാണ് എന്ന് പറഞ്ഞാലും ആ ജാബാല സത്യകാമനോട് പറഞ്ഞു, എടോ നീ ഏത് ഗോത്രം അറിയത്തില്ല, തള്ളയ്ക്കും അറിയത്തില്ല എന്നറിയാൻ സാധ്യമല്ല. ജാബാല എന്ന പേരുള്ളവളാകുന്നു, നീ സത്യകാമൻ എന്ന പേരുള്ളവനാകുന്നു. അപ്പനറിയില്ല, അതാണ് പ്രശ്നം. ജാബാലയുടെ പുത്രനായ സത്യകാമനാണ് എന്ന് ആചാര്യനോട് പറയണം. ആ സത്യകാമന്റെ കാര്യം വളരെ വിശാലമായിട്ട് എഴുതി വെച്ച ഈ തള്ള തന്നെയല്ലേ ആദ്യം പരാമർശിച്ചത്? എന്താണ് എന്നുള്ളത് പരാമർശിച്ചത് ആദ്യം തന്നെയല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, പണ്ട് കാലഘട്ടങ്ങളിൽ താഴ്ന്ന വിഭാഗത്തിലുള്ളവർക്ക് വേദം പഠിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. ഇത് എഴുതിയത് ഇതുപോലൊരാളാണെങ്കിൽ അവർക്കത് പഠിക്കാനുള്ളത് അനുമതി നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? ബ്രാഹ്മണന് ഇത്ര അടി നീങ്ങി നിന്നിട്ട് ചൂത്രന്മാർ പാടുള്ളൂ, ചൂത്രന്മാർക്ക് ഇത്ര അടി നീങ്ങി നിന്നിട്ട് ബാക്കിയുള്ളവർ പാടുള്ളൂ എന്ന സിസ്റ്റമൊക്കെ ഇവിടെ എന്തുകൊണ്ടുണ്ടായി? പോട്ടെ, ഇതൊക്കെ പഴയ കഥകളാണെന്ന് പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞത്. അതായത് രാമൻ്റെ അനിയൻ ലക്ഷ്മണനിക്ക് മാല കെട്ടാൻ പോലും ബ്രാഹ്മണക്കുന്ന അല്ലെങ്കിൽ പിച്ചാരടി വേണം. അല്ലാതെ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ അവിടെ എടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഒരു അമ്പലത്തിൽ. ഇനി അതേതാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ ഒരു സംഗതി ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് നടന്നൊരു സംഭവമാണ്. മറ്റൊരു വിഭാഗത്തിലുള്ള ബ്രാഹ്മണൻ അല്ലാത്തൊരു വിഭാഗത്തിലുള്ള ഒരാൾ പൂജാരിയായിരിക്കുന്ന അമ്പലത്തിലേക്ക് പോവുകയാണ്. വലിയ മറ്റവൻ ഭയങ്കര ഉന്നത കുലജാതനെന്ന് അവകാശപ്പെടുന്ന നായർ കമ്മ്യൂണിറ്റിയിലൊരു നാറി അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഇങ്ങേരെ കൈ കൊണ്ടെങ്കിൽ വാങ്ങിക്കത്തില്ല പ്രസാദം. ദൈവം കൊടുത്ത പ്രസാദം വാങ്ങിക്കണമെങ്കിൽ ബ്രാഹ്മണക്കുന്നവൻ കൊടുത്താലേ വാങ്ങിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്യാദി ഒരു 100 വിഷയങ്ങൾ എനിക്ക് എടുത്തു വെച്ച് പറയാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും. അതെന്തുകൊണ്ടാണ്? അത് വേണം പറഞ്ഞിട്ടാണോ? അതേ സുഡാപ്പികൾ പറഞ്ഞിട്ടാണോ? എന്തെങ്കിലും തള്ളി മാറിപ്പോ ഹരിതുവിന്റെ പുത്രനായ ഗൗതമന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഏത് ഗോത്രക്കാരനാണ്? സത്യകാമൻ പറഞ്ഞു, ഞാൻ ഏത് ഗോത്രക്കാരനാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഞാൻ വളരെ പരിചരിച്ചുകൊണ്ട് പരിചരണശീലിയായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ജാബാലയുടെ പുത്രനായ സത്യമില്ല. ഇനി ഇന്നത്തെ ആശാരി മൂശാരി മുതലുള്ള വിശ്വകർമ്മത്തിന്റെ വരെ അറിയാമോ? ഹൈന്ദവരുടെ ആദ്യ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ കാണാൻ കഴിയുന്ന നാമമാണ് വിശ്വകർമാവ്. ഇതേ പേരിൽ ഋഷിനാമവും അതിൽ കാണാം. ഈശ്വരന്റെ സൃഷ്ടികാമനയ്ക്ക് വേദം നൽകിയ പേരാണ്. അതായത് വിശ്വത്തിന്റെ കർത്തൃത്വം ഈശ്വരനിൽ ആരോപിക്കപ്പെടുമ്പോൾ അവർ വിശ്വകർമാവ് എന്ന് അറിയപ്പെടുന്നു. അതായത് പ്രപഞ്ചശില്പി, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഇത് ഇത്രയും പറയേണ്ട, ഇത്ര ഇതിലേക്കൊന്നും നമ്മൾ പോകണ്ട. പക്ഷെ എനിക്കിത് മനസ്സിലായ ഒരു കാര്യം, സത്യം പറഞ്ഞാൽ അന്തസ്സായിട്ട് നല്ല കുത്തിത്തിരിപ്പുള്ള ഒരു സ്ത്രീ മാത്രമാണ് ഇത് എഴുതാൻ പറ്റുന്നത്. ഇവർ പറയുന്നത് 100% സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി, ഒരു ചെറിയ മറുപടി, അത് ഇതൊന്ന് കേൾക്കും. വാൽമീകി ദളിതനാണോ? അതാണ് നമുക്ക് പരിശോധിക്കേണ്ട അടുത്ത വിഷയം. വാൽമീകി ദളിതനാണെന്നാണ് പറയുന്നത്. കാരണം തോട്ടിപ്പണി ചെയ്യുന്ന അയിത്തജാതി വിഭാഗങ്ങൾ ചിലർ വാൽമീകിയെ ആരാധിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ടവരാണ് വാൽമീകികൾ എന്ന് പറയപ്പെടുന്നതിനാലും ആ രീതിയിലും വാൽമീകിയുടെ സ്വത്വം ദളിതത്വമായി ഉറച്ചു പോയിട്ടുണ്ട്. പക്ഷേ രാമായണത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠനങ്ങൾ നടത്തിയ ഫാദർ കാമിൽ ബുൽക്കെ തന്നെ വാൽമീകിയുടെ ഈ ദളിതത്വത്തെ സംബന്ധിച്ച് സംശയം ഉന്നയിക്കുന്നുണ്ട്. വാൽമീകി രാമായണത്തിലെ തെളിവുകൾ തന്നെ പരിശോധിച്ചാൽ വാൽമീകി രാമായണത്തിൽ പറയും, പ്രചേതസോഹം ദശമഹ പുത്രോ രാഘവ നന്ദന. രാമനോട് വാൽമീകി തന്നെ പറയുന്നു, പ്രചേതസോഹം ദശമഹ പുത്ര രാഘവ നന്ദന. അല്ലയോ രാമ, ഞാൻ പ്രചേതസിന്റെ 10ാമത്തെ പുത്രനാണ്. അല്ല, ഞാൻ കാട്ടിൽ നടന്ന ഏതെങ്കിലും കാട്ടാളനാണെന്നോ കീഴാളനാണെന്നോ ഒന്നും വാൽമീകി എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞില്ല. അധ്യാത്മ രാമായണം, സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മ രാമായണത്തിൽ പറയുന്നു, അഹം പുരാ കിരാതേഷു കിരാതൈ സഹ വർദ്ധിതഃ ജന്മമാത്ര ദിജത്വം മേ ശൂദ്രാചാരരഥഃ സദാ. അഹം പുരാ കിരാതേഷു, ഞാൻ പണ്ട് കിരാതേഷു കിരാതന്മാരുടെ കൂടെ കിരാതൈഹി സഹവർദ്ധിതഃ കാട്ടാളന്മാരോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. ജന്മമാത്ര ദിജത്വം, ഞാൻ ജന്മം കൊണ്ട് മാത്രമാണ് എനിക്ക് ദിജത്വമുള്ളത്. ശൂദ്രാചാരരഥഃ സദാ, ഞാൻ അടിസ്ഥാനപരമായി ജന്മം കൊണ്ട് ദിജനാണ്, പക്ഷേ ശൂദ്രാചാരത്തിൽ കഴിയേണ്ടി വന്നു. ഇവിടെ അധ്യാത്മ രാമായണത്തിലും വാൽമീകി രാമായണത്തിലും വളരെ വ്യക്തമായി
വാൽമീകി തന്നെ പറയുന്നത് താൻ ഒരു ബ്രാഹ്മണനാണെന്ന്. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വാൽമീകി ദളിതനല്ല, അദ്ദേഹത്തിന് യാതൊരു കീഴാളത്വവും ഇല്ല. അപ്പൊ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന്റെ രാഷ്ട്രീയം കൂടി ഞാൻ ആദ്യം വ്യക്തമാക്കി. കാരണം ഈ ബ്രാഹ്മണ്യത്തെ, ചാതുർവർണ്ണ്യത്തെ, അതിന്റെ ലോകവീക്ഷണത്തെ സാർവജനീനവും സാർവലൗകികവും ആക്കി മാറ്റുക, ഇത് പിന്നോക്ക ജാതിക്കാരായ ആളുകൾ എഴുതിയ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അടിത്തട്ട് സമൂഹങ്ങളെ പ്രതിബോധത്തിലും ആക്കി തീർക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെ ഈ കൃതികൾ തന്നെ വെച്ച് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാണ്, സംശയരഹിതമായി സ്പഷ്ടമാകുന്നു, വാൽമീകിയും അതുപോലെ തന്നെ വ്യാസനും ദളിതനല്ല എന്നാണ് അതിന്റെ ലക്ഷ്യം. ഇത്രയേ ഉള്ളൂ. ഇതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് അവർ നടന്നെടുക്കുന്നത്. ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഒരു സംഖ്യ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ഞങ്ങളെ ഒന്നും ഒന്നാകാൻ സമ്മതിക്കത്തില്ലെന്ന്. നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അതില്ലാതെ വരുമ്പോഴത്തേക്കാണ് അതിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മതബോധമോ മതത്തിലുള്ള ആ ഭയങ്കരമായ സ്നേഹമോ ഒന്നും കൊണ്ടല്ല പെരിയാർ പോലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നു. 600 ദിവസം എന്താ ഇവിടെ നിന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കൃത്യമാണെന്ന് അറിയത്തില്ല. പക്ഷേ പെരിയാർ ഇവിടെ വരാനുണ്ടായ കാരണം തന്നെ ഇവിടുത്തെ ജാതീയ വ്യത്യാസം കൊണ്ട് മനുഷ്യരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നീർത്തു കൊടുക്കാനാണ്. ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് ബ്രാഹ്മണൻ, നെഞ്ചിൽ നിന്ന് മറ്റവൻ, മറച്ചെടുത്തും തൊടയിൽ നിന്ന് ലവൻ, വേണ്ടാത്ത എല്ലായിടത്തും പോയി പാൽപാദത്തിൽ നിന്ന് ചൂത്രന്മാരും ഒക്കെ ഉണ്ടായപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവരുടെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായി എന്ന് പറഞ്ഞത് പെരിയാറാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വേടൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയും വേടനെ സുഡാപ്പി എന്ന് വിളിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒരു സത്യം അദ്ദേഹം വിളിച്ചു പറയുന്നത് കൊണ്ടാണ്. ഇനി ഭരതമുനിയുടെ കാര്യം പറയുന്നത്, ഈ ഭാരതം എന്നുള്ള ഒരു കോശം പറയുന്നുണ്ട്. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരാണിപ്പോൾ നിങ്ങളുടെ ചരിത്രങ്ങൾ തന്നെ എടുത്തു നോക്ക്. മതം എന്താണെന്നുള്ളത് ഒരു ചെറിയ രീതിയിൽ ഇതിനൊരു വിശകലനം മാത്രം നടത്തിയാൽ തിരിയുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇത് ഒക്കെ പബ്ലിക്കിൽ ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ആരാണ് ഈ പറയുന്ന ഭരതണ്ണൻ? ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ചിലപ്പം പിന്നെ രാമൻ്റെ സഹോദരനാണ് ഭരതൻ, അതാണ് ആ ഭരതൻ എന്ന് പറയും. അല്ലെങ്കിൽ മറ്റേ ഭരതനെ പറയാം, അത് ശകുന്തളയുടെ മകൻ. ശകുന്തളയും ഇയാളും തമ്മിൽ, ദുഷ്യന്തനും തമ്മിൽ പിരിഞ്ഞ ശേഷം 3 വർഷത്തിന് ശേഷം ജനിച്ചതാണ് പിന്നെ ഭരതൻ എന്നാണ് പറയുന്നത്. അതൊരു പ്രശ്നമില്ല, കാരണം ആയിപ്പോയ ദുഷ്യന്തൻ മറന്നു പോയത് കൊണ്ട് ശകുന്തളയ്ക്ക് പിന്നീട് ഗർഭമുണ്ടായി. എന്തൊരു കുന്തോ, അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ എടുത്തുകൊണ്ടെങ്കിൽ ഞാനും കൂടെ അടിയാവും. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഒരു അറിവിൽ ഞാൻ മനസ്സിലാക്കിയതിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് അതിനകത്തുണ്ട്. പക്ഷെ അതും അംഗീകരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരുത്തിയുമായി പ്രോഗ്രാം ചെയ്യുന്നു, കൊച്ചുണ്ടാക്കി കൊടുക്കുന്നു, പിന്നെ അവൾക്ക് മറന്നു പോകുന്നു. മോതിരം വിഴുങ്ങി എത്രയും മത്സ്യം, പിന്നെ മോതിരം കൈ കിട്ടുമ്പോൾ ഓർമ്മ വരുന്നു. അതൊരു പ്രത്യേകതരം ഓർമ്മയാണ് കേട്ടോ. ആ ഭരതൻ്റെ കാര്യമാണോ പറയണത്? അതവിടെ പോട്ടെ, ആ ഭരതൻ്റെ കേസ് അവിടെ പോട്ടെ. മറ്റേ ഭരതൻ്റെ എടുക്കാം. ആരാ ഇപ്പോൾ അങ്ങേരുടെ കാര്യം ഇതിന് അപ്പൻ എന്തുവാ? ഇതിനകത്തൊരു അപ്പൻ്റെ പ്രശ്നമുണ്ട്. മൊത്തത്തിൽ അപ്പന്മാർ പ്രശ്നമുള്ള ഒരു പ്രത്യേകതരം സംഗതിയായിട്ടാണ് എനിക്കത് മുഴുനീളം തോന്നിയിട്ടുള്ളത്. ഈ കൗരവരും അതെ, പാണ്ഡവരും അതെ. ഈ അപ്പൻ്റെ കേസിൽ വരുമ്പോൾ എല്ലാം തപ്പത്താണ്. കൗരവന്മാരുടെ കേസ് അറിയാമല്ല, കുളത്തിനകത്തേക്ക് മറ്റേ മാംസപിണ്ഡം കൊണ്ടിട്ടിട്ട് മന്ത്രം ഉച്ചരിച്ചപ്പോൾ വന്നതാണ്. അതേപോലൊരു മറ്റേ ഭരതൻ എന്ന് പറയുന്ന നിങ്ങൾ ഭാരത രാജാവെന്ന്, അദ്ദേഹത്തിന് എന്ത് തന്നെ, അദ്ദേഹത്തിൻ്റെ അച്ഛനെയും കൊച്ചുങ്ങളുണ്ടാകത്തില്ല. പായസം കലക്കി കൊടുത്തപ്പോഴത്തേക്കാണ് പെണ്ണുങ്ങൾക്ക് കൊച്ചുങ്ങളുണ്ടായത്. മനസ്സിലായത്? അവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. പ്രോഗ്രാം ചെയ്തുണ്ടായ കുട്ടികളല്ല ഇതൊക്കെ. അപ്പം ഈ ഒരു ടേം അവിടെ നിലനിൽക്കുമ്പോൾ മറ്റൊരാളുടെ വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും ചോദ്യം ചെയ്യുമ്പോൾ അവൻ ഇതൊക്കെ പഠിച്ചിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ നീയൊക്കെ എവിടെ പോയി നിൽക്കുമായിരുന്നു. അത്രത്തോളം ആ കുട്ടിക്ക് വിവരമില്ല, അത്രത്തോളം ആ കുട്ടിക്ക് മനസ്സിലായിട്ടുമില്ല. അത് അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അത് അനുഭവിച്ച ജാതീയ വേർതിരിവിൽ നിന്ന് അത്യാവശ്യം പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അവൻ അനുഭവിച്ച വേദന പറയുമ്പോൾ അത് ഒന്നുകിൽ കണ്ടില്ലെന്ന് നടിക്കുക, അല്ലാച്ചാൽ അതിന് കൃത്യമായി വിവരണം കൊടുത്തു ഒതുക്കാൻ നോക്കുക. അവനെ വേടൻ എന്നും പിന്നെ അവനെ സുഡാപ്പി എന്നും അവൻ ശ്രീലങ്കക്കാരനെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ അവൻ കുറച്ചുകൂടെ മൂല്യമുള്ളവനായി മാറുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം. ഞാനിത് കൂടുതൽ അർത്ഥതലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പറഞ്ഞു വന്ന ആർഷഭാരത സംസ്കാരവും ആർഷഭാരതത്തോട് റിലേറ്റ് ചെയ്ത സ്ത്രീകളുടെ ഗർഭങ്ങൾ മുഴുക്ക ഒരു പ്രത്യേകതര സംഗതിയാണ്. ഈ ധർമ്മപുത്രയുടെ കാര്യം പേര് കേട്ടില്ല. ധർമ്മപുത്രർ ആരാണ്? ധർമ്മപുത്രർ സ്വന്തം ഭാര്യയെ ചൂതിന് വെച്ച്, ചൂതാട്ടത്തിന് വേണ്ടിയിട്ട് പണയം വെച്ച് ചൂത് കളിക്കുകയാണ്. ധർമ്മപുത്രനാണ് പേര്, ധർമ്മന. ആ ധർമ്മപുത്രർ ചെയ്ത പരിപാടിയാണ്. സ്വന്തം ഭാര്യ, അതും സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട ഒരു ഭാര്യയാണ്. അതായത് രണ്ടാമത്തെ സഹോദരനെ അർജുനൻ കെട്ടിക്കൊണ്ട് വരുമ്പോൾ 5 പേരുടെ പങ്കിട്ടെടുക്കുന്ന ഒരു പ്രത്യേക തരം കഥ. കുന്തിക്കുമുണ്ട് 5 ഭർത്താക്കന്മാർ, ഇതിനുമുണ്ട് 5. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ 5 ഭർത്താവുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ എന്ത് പറയും? 5 ഭർത്താവെന്ന് നിങ്ങൾ പറയുമോ? എനിക്കറിയത്തില്ല. എന്ത് പറയുമെന്ന് അറിയത്തില്ല. പോട്ടെ, ചൂതാട്ടത്തിൽ നിന്ന് ധർമ്മപുത്രരുടെ പേര് കേട്ടില്ലേ? അവസാനം അയാളുടെ മുമ്പിലിട്ട് ചൂതാട്ടത്തിൽ ജയിച്ചവൻ സ്വന്തം ഭാര്യയുടെ തുണി വലിച്ചു പറിച്ചെടുക്കുകയാണ്. 5 ഭർത്താവുള്ള ഒരുത്തിയുടെ അവസ്ഥയാണത്. മഹാഭാരതം എഴുതിയ ആളുടെ കഥയാണ്. കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്ന് എഴുതിയെന്നതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. തൊട പൊളിഞ്ഞ് അതിനകത്തൂടെ വരുന്നു. ഒരുത്തൻ വെള്ളത്തിനകത്തിറങ്ങി അവിടെ വെള്ളത്തിനകത്ത് വെച്ച് സ്ഖലനം നടന്നതിൽ ആ സ്ഖലനം പോയി ഒരു മീനിൻ്റെ വയറ്റിലേക്ക് വീണ് മീൻ പ്രസവിച്ച കുട്ടിയാണത്രേ വാത്മീകി. അങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ
കിച്ചുവേട്ടൻ്റെ കേസാണെങ്കിൽ പിന്നെ ഒരുപാട് കേസ് കൊടുക്കാം. പെണ്ണുങ്ങളെ തുണി പറക്കി എടുത്തുകൊണ്ട് ഓടുന്നത് കിച്ചുവേട്ടനാണ്. അത് മാത്രമല്ല DV ആക്ടിന് അകത്ത് പോകാൻ സാധ്യതയുള്ള ഒരാളാണ് അങ്ങേര്. ഒരുപാട് കാര്യം, ഒത്തിരി പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ട് കിടന്നത് മാത്രമല്ല ഒരു വമ്പൻ തേപ്പിൻ്റെ ഉത്തരവാദിയാണ്. ഇപ്പോൾ അങ്ങോട്ട് തെക്കോട്ടൊക്കെ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയണതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഇതാണ്, പിന്നെ രാധേ എന്നാണ്. പാവ രാധ ചേച്ചി ഒരു തേപ്പിൻ്റെ സിമ്പലാണ് അവർ. പാവം കല്യാണം കഴിച്ചോ? ഇല്ല. പറ്റിച്ചു. വേറെ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ കിച്ചൂട്ടിൻ്റെ കഥയൊക്കെ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ ശ്യാംകുമാർ പറഞ്ഞ ഒരു സംഗതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ നിങ്ങൾ ഏർപ്പാടാക്കിയത്? അദ്ദേഹം ഈ പറയുന്ന രാമായണം, ഭഗവത്ഗീത, ഋഗ്വേദം, അഥർവവേദ, യജുർവേദ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ശേഷം കൃത്യമായി പഠിച്ച കാര്യങ്ങൾ പറയാനായിട്ടാണ് ഓരോ വേദികൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കത് ഖണ്ഡിക്കാൻ ഒരാളെ കൊണ്ട് നിർത്താൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്കത് ഖണ്ഡിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പകരം അയാളെ കൊല്ലാനാണ് നോക്കുന്നത്. നിങ്ങൾ ക്യാഷ് കൊടുത്ത് മറ്റു മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് പണത്തിന് ആഗ്രഹിച്ച് സ്വന്തം ഉമ്മാരെ കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്നവരെ പോലും നിങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാം കമ്മ്യൂണിറ്റി അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥതലങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആരെങ്കിലും അക്രമകാരികളായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഇത്രയും പബ്ലിക്കായി ഇരുന്നു കൊണ്ട് ഇത് പറയാൻ, അതും അവഹേളനങ്ങൾ പറയാൻ ഉള്ള വേദികൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ലേ? ഇപ്പുറത്തൊരു മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോൾ അവന് സപ്പോർട്ട് പറയുന്നതിന് അവനെ നമ്മളാണ് സ്പോൺസർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിയരാണ് അവനെ സ്പോൺസർ എന്ന് പറയാൻ നാണയില്ലേ സംഖ്യകളെ എന്നാണ് ചോദ്യം. ഒരു പൊട്ടിക്ക് ഒരു 5 പൈസയ്ക്ക് ഉളുക്കണ്ടേ? പിന്നെ ബ്രാഹ്മണൻ്റെ കേസ് പറയാം. ഇപ്പോൾ തന്നെ രാവണനെ ബ്രാഹ്മണനാക്കുകയാണ്. ഈ സാധാരണ മനുഷ്യനായാൽ പറ്റത്തില്ലേ രാവണൻ? നിങ്ങൾക്ക് എല്ലാവരും ബ്രാഹ്മണക്കുന്നവരായാലേ പറ്റുള്ളൂ. ഈച്ച് ആൻഡ് എവറി വൺ ബ്രാഹ്മണർ, അല്ലെങ്കിൽ ഈ ഉയർന്ന ജാതിക്കാർ, മേനൻ, ഇത് ഒരാൾ പെലേനെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ലേ? ഇവിടെ യുക്തിവാദികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് യുക്തിവാദി എന്ന് പറയാൻ അപമാനമാണ്. കാരണം മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാറികൾ ഇറങ്ങിക്കിടന്ന് യുക്തിവാദത്തിനെ പോലെ അവഹേളിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ, അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ഉച്ചനീചത്വങ്ങൾ, അടിമത്വങ്ങൾ, അക്രമങ്ങൾ, അതിനെതിരെ സംസാരിക്കുന്നത് ആരായിരുന്നാലും, അത് വേടനായിരുന്നാലും ഇനി ഒരു ഉന്നത കുലജാതനായാലും അയാൾക്കൊപ്പം നിൽക്കും. അത് അവർ കാണുന്ന അസമത്വങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ പ്രതികരിക്കുന്ന അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ധാർമ്മികതയുള്ള ഓരോ വ്യക്തികളുടെയും അവകാശമാണ്. അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. വേടനെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം മ്ലേച്ഛമാരാണെന്ന് ഓർത്തു നോക്കും. ഈ ഇടയ്ക്ക് പിന്നെ ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് 6-ാം വയസ്സിലെ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ അനൂപ് ശർമ്മയെ, അവർക്ക് ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെ പോയി? വേടനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടേ? വേടൻ പറഞ്ഞൊരു കാര്യത്തിലേക്ക് പോകാം. വേടൻ, ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്, കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ്. നമ്മൾ ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പം നമുക്ക് ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നും നിലപാട് അത് പുള്ളി പറയുന്നത് കറക്റ്റാണ്. ഇതിനെയാണ് നിലപാടെന്ന് പറയുന്നത്. കപട ദേശീയവാദിയാണെന്ന് പറയാൻ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? ഞാൻ എൻ്റെ കേസിൻ്റെ ആവശ്യാർത്ഥം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൻ്റെ താഴെ വന്ന് പറഞ്ഞു NIA നോട്ട് ചെയ്ത പുള്ളിയാണെന്ന്. പിന്നെ NIA നിന്റെ ചെട്ടിയിലെടുത്തിരിക്കുന്ന നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നവരെ, പ്രതികരിക്കുന്നവർക്കെതിരെ നിരന്തരമായി NIA എന്നും മറ്റതൊന്നും മറിച്ചതെന്നും. ഇതിനു മുമ്പ് ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴെന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആക്രമിക്കുന്നത്? ഒരു വ്യക്തി മനഃപൂർവ്വമായി പറയുന്ന സത്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ കണ്ണുമടച്ചുകൊണ്ട് രാജാവ് നഗ്നൻ എന്ന് വിശ്വസിച്ചിട്ട് അത് പറയുന്നവർക്കെതിരെ നീങ്ങുന്നതിന് പകരം ആ നഗ്നത കണ്ടിട്ടും കാണാത്ത നടിക്കുന്ന നിങ്ങളുടെ അടുത്തൊക്കെ എന്താണ് പറയേണ്ടത്? ഒരു അല്പം ബോധമുള്ളവൻ്റെ അടുത്തല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇരുതല മൂർച്ചയുള്ള വാളാണെന്നും നിങ്ങൾ വൃത്തികേടുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള വ്യക്തമായ കാര്യമാണ്. രാജ്യത്തെ പൗരന്മാരെ തന്നെ തമ്മിൽ തല്ലിക്കാനും കൊല്ലാനുമായിട്ട് ആഹ്വാനം കൊടുക്കുന്നത് കപട ദേശീയവാദമാണ്. ദേശീയവാദം വേണം. ഇപ്പം നമ്മൾ ശ്രീലങ്കയിൽ ജനിച്ചിരുന്നെങ്കിൽ അത് ശ്രീലങ്ക നമ്മുടെ രാജ്യം. അതുപോലെ ഒന്ന് തന്നെയാണ് ഇവിടെ തിരിച്ചേക്ക് ഇവിടുത്തെ ഇത് തന്നെയാണ്. ഈ വേടനെ വേണ്ട എന്ന് പറയുന്നതിനും വേടൻ്റെ അമ്മയെക്കുറിച്ചും ഇതുപോലെ വൃത്തികേടുകൾ പറയുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളുക. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അനുസരിച്ച് പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരു ധർമ്മത്തിൽ ജനിച്ച മനുഷ്യനാണ് അവനും. എന്താ അവൻ്റെ ആ ഇത് നിഷേധിക്കുന്ന ചാണജാതി ആയതുകൊണ്ടാണ്? അവിടെ തന്നെ വേർതിരിവ് വ്യക്തമല്ലേ? പിന്നെ വാത്മീകിയെ പിന്നെ താഴ്ന്ന ജാതിക്കാരനാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് അയാൾ പറഞ്ഞ സംഗതി ആയതുകൊണ്ടാണോ അതിനകത്ത് ഇത്രത്തോളം പ്രോബ്ലംസ് ഉള്ളതെന്ന് പറഞ്ഞത്? സ്വജാതിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് സ്വജാതിയിലുള്ള ഒരാൾ എഴുതി വെക്കുമോ? ഇത് എഴുതിയ ഒരാളുണ്ട്, അംബേദ്കർ. അദ്ദേഹം ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തൻ്റെ ജാതിക്കാർക്ക് വേണ്ടി പ്രിവിലേജസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചു. എന്തുകൊണ്ട്? അങ്ങനെ എഴുതേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു ഭരണ ഇത് തന്നെയാണ് നമുക്കുള്ളത്. ശരിയാണ്, അത് സംബന്ധിച്ച് ഭരണഘടന സൂപ്പറൊന്നും പറയാനില്ല. പക്ഷെ അപ്പോഴും നമ്മൾ അപമാനിതരാകുന്ന ഒരു സംഗതി അതിനകത്തുണ്ട്. അതാർക്കെങ്കിലും ബോധമുണ്ടോ? അതാർക്കെങ്കിലും ഓർമ്മയെങ്കിലും ഉണ്ടോ? ജാതി വ്യത്യാസം പറയരുത്, വർണ്ണാടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല, ജാതി അടിസ്ഥാനത്തിൽ, ലിംഗാടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് എഴുതുന്നത്
ഒരു വലിയ പ്രിവിലേജ് അല്ല, അതൊരു പരാജയമാണ്. ഒരു രാജ്യത്ത് അങ്ങനെ ഒരു സംഗതി ഉള്ളത് കൊണ്ട് തന്നെ അത് ക്രൈമാണെന്ന് അവിടെ പറഞ്ഞു വെക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. നിർബന്ധമായും ചട്ടപ്പടി അത് അങ്ങനെ അംഗീകരിക്കേണ്ടി വരുന്നു. ഒരു വിഭാഗത്തിന്, ഒരു സമുദായത്തിന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഇപ്പം നടക്കുന്ന ഈ ജാതീയ വേർതിരിവും പ്രശ്നങ്ങളും ഒക്കെ തന്നെ. എത്ര പറഞ്ഞാലും ഇല്ല ഇങ്ങനെയൊന്നുമില്ല, അല്ലല്ലല്ല അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഋഗ്വേദം വേറെയാണ്, എൻ്റെ ചതുർവേദം വേറെയാണ്, എൻ്റെ മറ്റേ വേദം വേറെയാണ്. ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും വ്യക്തമായി കൊണ്ടുവന്ന് പറഞ്ഞു തന്നാലും അംഗീകരിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. നമ്മളെന്ത് പറയാനാണ്? എന്താ പറയുക? ഇപ്പോൾ രാവണൻ ക്ഷത്രിയന് പകരം ക്ഷത്രിയന്മാരാണ് രാജാവാവുന്നതെന്നാണ് എൻ്റെ ഒരു കേൾവി. അപ്പോൾ അങ്ങേര് ബ്രാഹ്മണൻ അസുര രാജാവായ അങ്ങേര് ബ്രാഹ്മണനായി. മാത്രമല്ല ബ്രാഹ്മണ്യത്തിൻ്റെ ഉച്ചഘട്ടത്തിൽ ശിവന് വേണ്ടിയിട്ട് സംസാരിച്ചു. ഈ ബ്രാഹ്മണനും ശിവനും തമ്മിലുള്ള പഴയ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അതായത് ശ്യാംകുമാറിൻ്റെ കുറേയധികം വീഡിയോസ് ഉണ്ട്, അതിൽ നിന്ന് തപ്പിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അത് കൊണ്ടുവരാം. അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ. ബ്രാഹ്മണനാണോ അല്ലെങ്കിൽ ബ്രാഹ്മണക്കാത്തവനാണോ എന്നുള്ളതിൻ്റെ തെളിവ്. അതേപോലെ വേടൻ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കപട ദേശീയവാദം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറച്ചിരുന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. രാജ്യത്തെ പൗരന്മാരെ, അത് 2000-ഓളം വരുന്ന ജനതയെ വംശഹത്യ ചെയ്തിട്ട് മാത്രവുമല്ല, ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഗോത്ര കലാപത്തിനെ പറ്റി വാജ്പേയിയുടെ മകളൊരു കാര്യം പറയുന്നുണ്ട്. അതിപ്പം ഇവിടെ എല്ലായിടത്തും വാട്സപ്പിലൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. ഞാൻ അത് എടുത്ത് വെച്ച് പബ്ലിഷ് ചെയ്യുന്നില്ല, പക്ഷേ എന്നാലും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അത് കൃത്യമായി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വാജ്പേയിയുടെ ദേഷ്യമില്ല, ഞങ്ങൾക്ക് വാജ്പേയിയുടെ ഒരു ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ടില്ല? കോൺഗ്രസ് സർക്കാർ ഇരിക്കുമ്പോഴത്തേക്കാണ് ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത്. രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നതൊക്കെ ആരിയ്ക്കുമ്പോഴാണെന്ന് കൃത്യമാണ്. ആരുടെ കൈയെപ്പുണ്ട് അതിനകത്തുള്ളത് കൃത്യമാണ്. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇതൊക്കെ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്നും ആരാണ് അതിന് ചരട് വലിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. പക്ഷേ എന്താണ്, ചിലയിടങ്ങളിൽ മൗനം പാലിക്കുന്നത് നമ്മളുടെ കുടുംബത്തിനെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടരെ ഇതേപോലെ ആക്രമിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ്. ആ ഭയം നഷ്ടപ്പെടുന്ന ദിവസം തിരിച്ച് മറുപടി ഉണ്ടാവുമേ. 24 മണിക്കൂർ സുഡാപ്പികൾക്ക് നേരെ കുതിര കയറുക എന്നുള്ള നിങ്ങളുടെ രീതിയാണ്. സുഡാപ്പികൾ നിങ്ങൾ എന്തോന്ന് പിടിച്ച് കടിച്ച എന്ത് ചെയ്തവർ? ഈ രാജ്യം 100 വർഷം വരെ ആട്ടിപ്പടച്ച് ഭരിച്ചു വെച്ചിരുന്നതും നിങ്ങൾ ടാക്സ് പോലും കൊടുക്കേണ്ടി വന്ന ഗതികളിലേക്ക് കൊണ്ടെത്തുകയും ഏറ്റവും ക്രൂരമായ കാര്യങ്ങൾ അഴിച്ചുവിട്ടതും ബ്രിട്ടീഷുകാരാണ്. നിങ്ങൾക്ക് ദേഷ്യം എടുക്കുക സുഡാപ്പികളെടുത്താണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടുന്നത് ആരാണ്? നിങ്ങൾക്ക് സുഡാപ്പികളെടുത്താ ദേഷ്യം. ഇവിടെ സത്യാഗ്രഹങ്ങൾ നടന്നു. എന്തിനായിരുന്നു? ഭക്ഷണ സ്വാതന്ത്ര്യം, വഴിനടപ്പ് സ്വാതന്ത്ര്യം, വസ്ത്രമിടാനുള്ള സ്വാതന്ത്ര്യം, ഇതിനൊക്കെ മുൻകൈ എടുത്തത് ആരായിരുന്നു? മുൻധാരയിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിടത്തി തന്നത് ആരാണ്? ഹിന്ദു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്, തർക്കമില്ല. സംസ്കാരവുമാണെങ്കിലും അതൊരു മതമായി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിനകത്തുള്ള ആ വിവേചനങ്ങൾ അത് അത്രത്തോളം ഭീകരവും ഭയാനകവുമായിരുന്നു. അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവായിരുന്ന ഇസ്ലാം വംശജരെ നിങ്ങൾക്ക് എന്താണ് ഇത്ര ശത്രുത? അവരെ പായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ LTT ചെയ്തത് എന്താണെന്ന് തമിഴ് വംശജരായ അവിടെയുള്ളവരോട് ചോദിച്ചാലേ അറിയാവുള്ളൂ. സ്വത്ത് സമ്പാദിക്കും, വീടുണ്ടാക്കും, അത്യാവശ്യം എല്ലാം ചേർത്ത് പിടിക്കും. LTTക്കാർ ഇങ്ങോട്ട് വരികയാണ്. ഇതൊക്കെ ഉപേക്ഷിച്ച് ഓടേണ്ട ഒരു അവസ്ഥയുണ്ട്. അതേപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും കൂടെ യുണൈറ്റഡായി ഈ ഒരു സംഗതി നമ്മുടെ രാജ്യത്തിന് അപകടം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ നീങ്ങുകയാണ് ചെയ്തത്. നമ്മൾ ഇന്ത്യ എന്നുള്ള സപ്പോർട്ട് പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമുക്കൊരു നല്ല പ്രധാനമന്ത്രി നഷ്ടപ്പെട്ട രാജീവ് ഗാന്ധി മരണപ്പെടാനുള്ള കാരണം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും മറ്റൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. പക്ഷേ അവിടെ നിന്ന് പലായനം ചെയ്ത പല മനുഷ്യരും ഇവിടെ വന്ന് സെറ്റിൽഡായി ഇന്ത്യൻ നാഷണലായി ജീവിക്കുന്ന മനുഷ്യരെ വീണ്ടും നിങ്ങൾ ഇവിടെയുള്ളവരല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാൽ എങ്ങനെയുണ്ടാവും? എന്നെ ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങൾ സംഘികളാണെങ്കിലും ഈ നാട്ടുകാരെല്ലാം ചെയ്യും. നിങ്ങൾക്ക് 2 വട്ടം വിളിച്ചപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു. കാലങ്ങളായി ഇത് കേൾക്കുന്ന മനുഷ്യർക്ക് എന്ത് വേദന ഉണ്ടാകത്തില്ലേ? നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ ഈ സ്ത്രീ എഴുതിയിട്ടത് കണ്ടപ്പോൾ ലക്ഷ്മി കാനത്ത് എഴുതിയിട്ടത് കണ്ടോ യജുർഭേദം യഥർഭേദം അത് ഇത് പച്ച മലയാളത്തിൽ മനുഷ്യർക്ക് മനസ്സിലാവത്തില്ല. അത് പൊതുവായി പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇന്നലത്തെ ഡിബേറ്റിൽ പിന്നെ രാഹുൽ ഈശ്വരും ആരിഫ് ഹുസൈനും പറഞ്ഞൊരു കാര്യം, ലോക സമസ്തോ സുഖിനോ ഭവന്തു. അതിന് മുമ്പൊരു വേർഷൻ ഉണ്ടേ. അതിന് മുമ്പുള്ള സാധനം എന്താ നിങ്ങൾ പറയാത്തത്? പശുവിനും ബ്രാഹ്മണനും സൗഖ്യമാണെങ്കിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. എന്താ വേറെ ആർക്കും സൗഖ്യം വേണ്ടേ? പശുവും ബ്രാഹ്മണനും സൗഖ്യമായിട്ടിരുന്നാൽ മതിയാ, വേറെ ആർക്കും സൗഖ്യം വേണ്ടേ? അതിനകത്തുണ്ട് എന്താണ് ഈ സംഗതി എന്നുള്ളത്. ജാതി മത വർഗ വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടന ഉണ്ടാക്കേണ്ട ഗതികേട് അംബേദ്കർക്ക് ഉണ്ടാക്കി കൊടുത്തത് ആരായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങളെ പറ്റി പേപ്പറുകളിൽ എഴുതുക. അവരവരുടെ എന്തിനധികം നായർ കമ്മ്യൂണിറ്റിയുടെ നേതാവായ അദ്ദേഹത്തിന് പോലും സ്വന്തം പിതാവിന്റെ ചരിത്രം എഴുതി വെക്കുമ്പോൾ ഉണ്ടായിരുന്ന വേർതിരിവ് അവിടെയുണ്ട്. ഇല്ലെന്ന് പറയരുത്. നായർ കമ്മ്യൂണിറ്റിയുടെ വേർതിരിവുണ്ട്. അവരനുഭവിച്ച വേർതിരിവാണ്. ആരിൽ നിന്ന്? അന്തർജനം, നമ്പൂതിരിമാരിൽ നിന്ന് അവരനുഭവിച്ച വിവേചനം. നായർ കമ്മ്യൂണിറ്റിക്ക് അന്തർജനം അല്ലെങ്കിൽ പിന്നെ നമ്പൂതിരിക്ക് അന്തർജനത്തിൽ കൊച്ചുണ്ടായാൽ അവൻ നല്ല അപ്പൻ തിരുമേനി അല്ലെങ്കിൽ അവൻ ഉണ്ണിയമ്പൂരി. ഈ നായർ കമ്മ്യൂണിറ്റിയിൽ വന്ന് സംബന്ധം കൂടിക്കഴിഞ്ഞാൽ അവൻ കൊശവൻ, അവൻ അപ്പനെന്ന് വിളിക്കാൻ പോലും ഇതില്ലാത്ത ഒരു നിയമം. അപ്പോൾ അവിടെ പോലും, അതായത് ഉയർന്ന ഇതെന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ പോലും ആ വേർതിരിവുണ്ടായിരുന്നു. ഇല്ലേ? കണ്ണടച്ചിരുട്ടാക്കരുത്. ഇരുട്ട് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ വെളിച്ചമുണ്ട്. കണ്ണ് നിങ്ങളുടേതാണ് അടഞ്ഞിരിക്കുന്നത്. തുറന്നു പിടിക്കും, അപ്പം മനസ്സിലാക്കും. വേടൻ ധൈര്യസമേതം പറഞ്ഞൊരു കാര്യമുണ്ട്. ചങ്കൂറ്റത്തോടെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവനെ ചൊറിഞ്ഞ് നിങ്ങൾ രാജ്യത്തെ പ്രധാനമന്ത്രിയാക്കരുത് അവൻ ആ ലെവലാണ്. അതങ്ങനെയാണ്. 20 ഗ്രാം കഞ്ചാവിൻ്റെ കാര്യം പറയുന്നവർ
ഈ കഞ്ചാവ് കടത്തലിൽ ഫേമസ് ഉള്ളത് ഏതാണെന്ന് അറിയാമോ? നമ്മുടെ രാജ്യത്തെ, അതായത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എവിടുന്ന് വന്നോ ആ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന്. കടത്തലും വിൽക്കലും വാങ്ങലും കൊടുക്കലും ഒക്കെ അവിടുന്ന് തന്നെയാണ് വരുന്നത്. അത്തരത്തിലുള്ള ക്രിമിനലിസം മാത്രം കണ്ടും കേട്ടും വളരുന്നവർക്ക് അതങ്ങനെ പറയണമെന്ന് തോന്നും. ഇത് ഒന്നുമല്ലാതെ ആ പയ്യൻ അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒക്കെ പറയുന്ന ഒരു വ്യക്തിയെ അവൻ എഴുതുന്ന പാട്ടുകളുടെ പ്രശ്നം ഒന്നുകൊണ്ട് മാത്രം പിന്തുടർന്ന് ആക്രമിക്കുന്ന നീതിയുള്ളതാണോ എന്ന് ചിന്തിക്കാൻ കോമൺ സെൻസ് മാത്രം മതി. അവനെ സുടാപ്പിയാക്കുന്നു, അവനെ മുറിച്ചവനാക്കുന്നു, എന്തൊക്കെ വൃത്തികേടുകളാണ് പറയുന്നത്, എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ആ പാവം പയ്യൻ്റെ തലയിലേക്ക് കുത്തിക്കയറി കൊണ്ടുവന്ന് വയ്ക്കുന്നത്. സോ ഈ ഒരു ലക്ഷ്മികാനത്ത് എഴുതി വെച്ചിരുന്ന ഇത്രയും വലിയ സംഗതിയിൽ ഉടനീളം എഴുതിയിരിക്കുന്ന വിരോധാഭാസങ്ങൾ ഓരോന്നോരോന്ന് പറയണമെന്നുണ്ട്. വെറയ്ക്കാണ്, അതായത് ദേഷ്യം കൊണ്ടുള്ള വെറയിലാണ് വരുന്നത്. മൊത്തം പൊട്ടത്തരവും കള്ളത്തരവും എഴുതി വെച്ചിട്ട് ഇതിങ്ങനെയാണെന്ന് പറയുന്നത്. ഇപ്പം മറ്റേ ശശികലയും പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ശശികല പറയുന്ന കേട്ടില്ലേ, വാത്മീകി എന്തര സുനാന്നാണ് പറയുന്നത്, അത് കേൾക്കാം. വാത്മീകിയെ പറ്റി വളരെ വായ്ത്താളം അടിക്കുന്നുണ്ട് ശശി ചേച്ചി. വിശകലയുടെ അടുത്ത് എൻ്റെ ഒരു ചോദ്യം, വിശകല മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഞാൻ തൂങ്ങിച്ചത്ത് കളയുന്നു. ചാവാത്തത് ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ്? തൂങ്ങിച്ചാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങിച്ചാവണം. ചുമ്മാ എന്തെങ്കിലും വായ്ത്താളം അടിക്കരുത്, വേറെ പരിപാടിയാണ്. ഞാൻ വായിക്കുന്ന രാമായണം എഴുതിയത് വേടന. ഇങ്ങനെ പറയുന്ന നിങ്ങൾ തന്നെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു യുവാവ് സ്റ്റേജിൽ കയറി പാട്ട് പാടുമ്പോൾ ആരെയാണ് പറയുന്നത്? വേടൻ എന്നൊരാളെയാണ്. അല്ല, അദ്ദേഹം ഏതാ ജാതി എന്ന് ചോദിക്കുന്നുണ്ട്. ഇവർ തന്നെയല്ലേ അവിടെ നിന്നുകൊണ്ട് പ്രസംഗിച്ചത് ഗോത്രവംശജയാണെന്നൊക്കെ പറഞ്ഞിട്ട്. കാസ്റ്റ് പൊലേര് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഇപ്പോഴും അറിയില്ല, അപ്പോഴും പറയുമ്പോഴും അറിയില്ല. കാരണം ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ ജാതി നോക്കി അദ്ദേഹത്തിന് സാഹിത്യ സൃഷ്ടിയെ വിലയിരുത്താം. ഞാൻ വായിക്കുന്ന രാമായണം എഴുതിയത് വേടന. വാത്മീകി വേടനാണ്, ആദിവാസിയാണ്. ആ വേടൻ എഴുതിയ രാമായണമാണ് ഞാൻ ഇന്നും ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്നത്. ഞാൻ വായിക്കുന്ന രാമായണം ശാഖയിൽ പുതിയതായിട്ട് പഠിപ്പിച്ചു കൊടുത്തായിരിക്കും തള്ളകിയത് അല്ലേ? ഇങ്ങനെ അല്ലല്ലോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. നിങ്ങൾ പാടുന്ന പാട്ട് ഇതാണോ? ഇങ്ങനെയൊക്കെ എല്ലാവരും തള്ളി മറിച്ചത് തള്ള. പുതിയ നരേഷനും കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നരേഷനുള്ള മറുപടിയാണ് ഈ വീഡിയോ. ഇതിൻ്റെ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെ. വാത്മീകി വേടനല്ല, വാത്മീകി ബ്രാഹ്മണനാണ്. അത് വേറെ ആരും പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഉറപ്പിച്ച് പറഞ്ഞതാണ്. ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ലെങ്തി ആയി പറയേണ്ടി വന്നത്. സോറി, ചില വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയി പോകും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.